ഇന്ത്യയിലെ നിയമസംഹിതകളെല്ലാം ഇന്നു മുതൽ കുറേയൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും അതിലെ വകുപ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചില പുതിയ വകുപ്പുകൾ വന്നിട്ടുണ്ട്, ചില പുതിയ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്, ചില കുറ്റങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ശിക്ഷ കഠിനമായ ശിക്ഷയും വന്നിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് 1860 അത് ഭാരതീയ ന്യായ സംഹിത എന്ന് മാറ്റി. ഭാരതീയ ന്യായ സംഹിത 2023 എന്നായി. 511 സെക്ഷൻസ് നേരത്തെ ഇന്ത്യൻ പീനൽ കോഡിലുണ്ടായിരുന്നു. അതിപ്പോൾ 358 ചുരുങ്ങി. അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1898 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 എന്നാക്കി മാറ്റിയിരിക്കുന്നു. അതിന് നേരത്തെ 484 സെക്ഷൻ ഉണ്ടായിരുന്നത് 531 സെക്ഷനായി വർദ്ധിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം, അത് 1872 അതിനകത്ത് 167 സെക്ഷൻ ഉണ്ടായിരുന്നത് 170 സെക്ഷനായിട്ട് വർദ്ധിപ്പിച്ചു. സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് ഒരു 0 FIR ക്രിമിനൽ നടപടിക്രമത്തിനകത്ത് 154 വകുപ്പ് പ്രകാരമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്താൽ FIR രജിസ്റ്റർ ചെയ്യുന്നത്. പോലീസ് 154 CRPC അനുസരിച്ച് നമ്മുടെ മൊഴി പകർത്തി ആ FIR എഴുതും. ഇപ്പോഴേ 154 CRPCയിൽ അല്ലെങ്കിൽ നാഗരിക സുരക്ഷാ സംഹിതയെ 154 മാറിയിട്ട് അതിന് പകരം 173 മാറി. ചില സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കണ്ടൻസിൽ വലിയ മാറ്റമൊന്നുമില്ല. എങ്കിലും 154 പ്രകാരമാണ് നേരത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നമ്മൾ FIR പോലീസ് എടുത്തുകൊണ്ടിരുന്നത്. അത് 173 മാറിക്കഴിഞ്ഞപ്പം അതിനകത്ത് ചില പ്രത്യേകതകൾ ഞാൻ കണ്ടു. ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 154 FIR എടുക്കുമ്പോൾ അതാത് പോലീസ് സ്റ്റേഷനിലെ ജൂറിസ്ഡിക്ഷൻ, നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പോയി നമ്മൾ മൊഴി കൊടുത്ത് കേസെടുക്കുക എന്നുള്ളതാണ്. അത് വേറൊരു അധികാര പരിധി വിട്ട് അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ ചിലപ്പോൾ അവർ കേസെടുക്കില്ല, നമ്മളോട് ഇങ്ങോട്ട് പൊക്കോളാൻ പറയും. ഒത്തിരി പേര് ഇത് കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ നമ്മൾ കാസർഗോഡ് നിൽക്കുമ്പോഴാണ് കോട്ടയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം ഉണ്ടായി, നമ്മളെ ബാധിക്കുന്ന കാര്യം. നമ്മൾ കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് വണ്ടി കയറി നമ്മുടെ നാട്ടിൽ നമ്മുടെ അതാത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് വരണം. അതിപ്പം മാറി. വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനാണ് 0 FIR എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എവിടെ നിന്ന് നിങ്ങൾ നിൽക്കുകയാണെങ്കിലും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്ക് പരാതി പറഞ്ഞാൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ കേസ് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുക്കും. ഇന്ത്യയിൽ ഇതുവരെ ആ സംവിധാനം ഇല്ലായിരുന്നു. അതിനാണ് 0 FIR എന്ന് പറയുന്നത്. അവിടെ നടപടിയൊന്നുമില്ല. അതുകൊണ്ടാണ് 0. അവിടെ ഒരു നടപടി അവർ എടുക്കില്ല. FIR എടുത്തിട്ട് അത് അവിടുത്തെ കോടതിയിൽ കൊടുക്കും. ആ FIR കോടതിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും, കൺസേൺഡ് നമ്മുടെ കോട്ടയത്തെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ അങ്ങോട്ട് അവിടുത്തെ കോടതിയിലോട്ട് അയക്കാൻ. അതേസമയത്ത് ഈ FIR അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തന്നയക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് പോസ്റ്റ് ചെയ്ത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവിടെ രജിസ്റ്റർ ചെയ്യും. അതാണ് ഈ ഒരു 0 FIRൻ്റെ പ്രത്യേകത. അത് വളരെ സഹായകരമാണ് എല്ലാവർക്കും. പല സന്ദർഭത്തിലും ഡൽഹിയിലൊക്കെ ഇരുന്നപ്പം വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റി കാര്യങ്ങൾ അമ്മ ഫോണിൽ കൂടെ പറഞ്ഞു. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, കേസെടുക്കാൻ നിവൃത്തിയില്ല, മകൻ ഡൽഹിയിലാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അമ്മ പറഞ്ഞ വിവരം അനുസരിച്ച് അപ്പുറത്തെ വീട്ടിൽ അവൻ വന്ന് എന്നെ അടിച്ചു, മോനെ എൻ്റെ വീട്ടിനകത്ത് കയറി എൻ്റെ പാത്രം ചവിട്ടി പൊട്ടിച്ചു, എൻ്റെ മാല പറിച്ചുകൊണ്ട് പോയി,
അമ്മയ്ക്ക് നടക്കാൻ മേല, അമ്മ ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോഴേ ഡൽഹിയിലുള്ള മകന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി അമ്മ പറഞ്ഞ വിവരങ്ങൾ വെച്ചൊരു കേസ് എടുത്തിട്ട് ആ കേസ് 0 FIR ആവും. അത് അവിടെ നിന്ന് കോട്ടയം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാം, ഡിലേ വരത്തില്ല കേസ് അന്വേഷിക്കാൻ. ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടും പോലീസിനെ അമ്മയ്ക്ക് അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അമ്മ ചിലപ്പം കിടക്കുന്നത്. അമ്മയുടെ അടുത്ത് പോലീസ് എത്തും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെ. അതേസമയത്ത് ചില പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ എതിർകക്ഷിയുടെ സ്വാധീനമോ അല്ല പ്രതിയുടെ സ്വാധീനം കൊണ്ട് പോലീസ് കേസ് എടുക്കാത്ത സന്ദർഭത്തിൽ വരും. നമുക്ക് വലിയ വിഷമം തോന്നും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ പരാതി കൊടുത്തിട്ട് കേസ് എടുത്തില്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നേരത്തെ അതിനൊക്കെ 156(3) ഉള്ള വകുപ്പ് അനുസരിച്ച് കോടതി കൊടുത്താൽ കോടതി കേസെടുക്കാൻ ഡയറക്ഷൻ തരും. അങ്ങനെ FIR എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി നേരിട്ട് കോഗ്നിസൻസ് എടുക്കാം, നടപടിയെടുക്കാം. അതിനും വകുപ്പുണ്ട്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ അതിനും കുറച്ചുകൂടി എളുപ്പമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ SIയുടെ അടുത്തോ സർക്കിളിൻ്റെ അടുത്തോ പോയി പരാതി പറഞ്ഞിട്ട് അയാൾ കേസെടുത്തില്ലെങ്കിൽ ആ വിവരം എഴുതി നമുക്ക് അത് SP കൺസേൺഡ് SPക്ക് കൊടുത്താൽ അങ്ങേര് ഒന്നെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങേര് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ പോലീസ് സ്റ്റേഷനിലെ ആളല്ലാതെ വേറെ അദ്ദേഹത്തിൻ്റെ കീഴിലൊരു ഉദ്യോഗസ്ഥനെ ആ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കാം. നേരത്തെ അങ്ങനെ SPക്ക് DYS അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കേസെടുത്തില്ലെങ്കിൽ SPക്ക് പരാതി കൊടുത്തിട്ട് SPയും കേസെടുക്കാതെ വരുമ്പം നമ്മൾ കോടതി പോകുന്ന പരിപാടിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം SP കേസെടുത്തേ പറ്റുള്ളൂ, കേസെടുക്കണം. വളരെയധികം അധികം നമുക്ക് സഹായകരമായ പല മാറ്റങ്ങളും ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും ഇന്ത്യൻ പീനൽ അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിലും അങ്ങനെ പലതും ഇപ്പം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് 0 FIR തന്നെ. അതായത് 173 അത് പറയുന്നത്. അത് മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞാൽ അത് എടുത്തേ പറ്റുള്ളൂ. പോലീസിന് അതിനകത്ത് ഒഴിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പീഡനം, റേപ്പ്, പീഡനം, അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന കേസുകളിൽ അത് പുതിയ ഈ IPCക്ക് അനുസരിച്ച് 64, 65, 66 മുതൽ അത് 79 വരെയുള്ള കുറ്റങ്ങൾ, അങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് അതിൻ്റെ മൊഴി സ്ത്രീകളുടെ രേഖപ്പെടുത്തേണ്ടത് അത് പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ കോൺസ്റ്റബിളോ വനിതാ ഓഫീസറോ ആയിരിക്കണം. അങ്ങനെ എടുക്കുന്ന കേസുകൾ അന്വേഷിക്കുന്നതും അവരെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ വേറെ ആരെയും. പക്ഷേ മൊഴിയെടുക്കുന്നത് അവിടുത്തെ വനിതാ ഓഫീസർ തന്നെ ആയിരിക്കണം. അത് എപ്പോഴും വീഡിയോഗ്രാഫി ചെയ്യുകയും ചെയ്യണം. അതാണ് ആ കേസിൻ്റെ ഇനിയുള്ള അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അത് തന്നെയല്ല, വേറെ ചില ഒഫൻസുകൾ IPCക്കകത്ത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ ആ ഇന്ത്യൻ നേരത്തെയുള്ള ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത 2021 അല്ലെങ്കിൽ BNS, ഭാരതീയ ന്യായ സംഹിത BNS, അതിൽ ഉള്ള ചില വകുപ്പുകളിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ധാരാളം ഗുണം ചെയ്യുന്ന ചില വകുപ്പുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് ഈ ഇന്ത്യൻ പീനൽ കോഡിൽ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിയമം പഠിച്ചിട്ടില്ലെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ 302 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത് 302 പകരം 103 മാറുകയും ചെയ്തിട്ടുണ്ട്. സെക്ഷൻ മാറി. അങ്ങനെ പല പ്രത്യേകതകളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിലെ ചില വകുപ്പുകളിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇന്ത്യൻ പീനൽ കോഡിൽ നേരത്തെ ഇല്ലായിരുന്ന ചില വകുപ്പുകൾ, സെക്ഷൻ 112 എന്ന് പറയുന്ന ഈ പുതിയ ന്യായ സംഹിതയ്ക്കകത്തുള്ള 112-നകത്ത് പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമുണ്ട്. നമുക്കറിയാം, ചില പിള്ളേരുകൾ 5, 8, 10 പിള്ളേരുകൾ റോട്ടിൽ കിടന്ന് അലമ്പുണ്ടാക്കുകയും വയലൻ്റായിട്ട് പെരുമാറുകയും ചില പെറ്റി വണ്ടിക്ക് കല്ലെറിയുക, അങ്ങനെയൊക്കെയുള്ള ചില പെറ്റി ഒഫൻസ് നടക്കുന്ന അവർ ഓർഗനൈസ്ഡാണ്. കൊട്ടുകൊത്തു പിള്ളേർ റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കുക, അത് പൊതുജനങ്ങൾക്ക് അരോചമാകുക, ട്രാഫിക്കിന് തടസ്സം വരിക, ഇതിനൊന്നും വലിയ കേസെടുക്കാറില്ല. പക്ഷേ ഇനി അത് നടക്കില്ല. പെറ്റി ഒഫൻസിന് 1 വർഷം മുതൽ 7 വർഷം വരെ തടവ് കിട്ടും. അത് IPC ഈ പുതിയ പീനൽ കോഡിനകത്ത് 112 വകുപ്പ്. അതുപോലെ ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു, അവിടെ കാസർഗോഡ്, കണ്ണൂർ, അല്ല തൃശ്ശൂർ, എവിടെയോ ഒരു ബോംബ് റോട്ടിൽ പൊട്ടി.
ആ ബോംബ് പൊട്ടിയ ആരാണ് എന്താണ് അതിനൊന്നും കംപ്ലൈൻറ്റ് ഒന്നും ആരുമില്ല. പക്ഷേ ഇനി അത് നടക്കില്ല. നിങ്ങൾ എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടെററിസ്റ്റ് ആക്റ്റ് ആയിട്ടേ കണക്കാക്കാൻ ഒക്കുള്ളൂ. 113 ആ പുതിയ IPC-ക്കകത്ത് അല്ലെങ്കിൽ പുതിയ ന്യായ സംഹിതയ്ക്കകത്ത് 113 വകുപ്പ്. അത് സൂക്ഷിക്കണം. ഇനി അതുപോലെ ഗുണ്ടകളും മറ്റേ ക്രിമിനൽസ് അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുക, ബോംബ് എറിയുക, അതൊക്കെ ഇനി നടക്കില്ല. അതിന് വേറെ കേസെടുക്കുമെങ്കിലും ഇപ്പോഴത്തെ യൂസിങ് ബോംബ് അങ്ങനെ ഒരു സംഭവം വന്നാൽ, അല്ലെങ്കിൽ വെടിമരുന്നിൻ്റെ എക്സ്പ്ലോസീവ്സ്, അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കുക, റേഡിയോ ആക്റ്റീവായുള്ള സബ്സ്റ്റൻസുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാൻ പറ്റും. കാരണം 5 വർഷത്തിൽ കൂടുതൽ തടവാണ് പറഞ്ഞത്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, വരുന്ന തടവ്, ഡെത്ത് പെനാൽറ്റി വരെ. ഇങ്ങനെയുള്ള നമുക്കത് മാരകമായ പരിക്കേൽക്കുന്നതും നാശനഷ്ടം വരുത്തുന്ന കാര്യങ്ങൾ. ബോംബ് ഇപ്പോൾ ഇന്നലെ പൊട്ടിയ ബോംബ് അതിശക്തമായി പോയിട്ട് അവിടെയുള്ള ഒരു ക്രിമിനൽ അവനൊരു പരീക്ഷണം നടത്തിയതാണ്. ഇങ്ങനെയുള്ളവനൊന്നും ഇനി ജാമ്യം ലഭിക്കത്തില്ല, അവൻ കൃത്യമായിട്ട് അകത്ത് പോകും. ഈ പുതിയ നിയമത്തിൻ്റെ അനുസരിച്ച് അവിടുത്തെ പോലീസ് ഇനി ആ നടപടി എടുക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം അത് 113 ടെററിസ്റ്റ് ആക്റ്റിനകത്ത് തന്നെ വരും. അത് പോലീസ് ഇപ്പം ഇതെല്ലാം കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് പല ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അവർ ഈ പുതിയ നിയമത്തെപ്പറ്റി വലിയ ഗ്രാഹ്യം കാണത്തില്ല. എങ്കിലും ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. 113 ആ പഴയ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 113 എന്ന ഇപ്പോഴത്തെ പുതിയ സെക്ഷൻ ന്യായ സംഹിത, ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് കിടപ്പുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ക്രിമിനലിൻ്റെ താണ്ഡവം കേരളത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിനി സൂക്ഷിക്കുക, അവർക്ക് ജാമ്യം കിട്ടില്ല. ഇതുപോലെ പൊട്ടിച്ച് നടക്കുന്ന സമൂഹത്തിന് ത്രട്ടുണ്ടാക്കിക്കുന്ന, പീഡിപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ ഒതുക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ പുതിയ നിയമം കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.